നമസ്കാരം. എന്താണ് ഹോർമുസ് കടലിടുക്ക്? ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ 33 കിലോമീറ്റർ, അതാണ് ഹോർമുസ്. ലോകത്തിന്റെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം പോലെ ആഗോള ഊർജ വിപണിയുടെ നാലിലൊന്നും ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് പ്രവഹിക്കുന്നത്. ഇവിടെ ഒരു കപ്പൽ തടയപ്പെട്ടാൽ ജപ്പാൻ മുതൽ അമേരിക്ക വരെ അങ്ങ് ഇരുട്ടിലാകും. വിപണികൾ തകർന്നടിയും. ലോകശക്തികൾ തങ്ങളുടെ കൂറ്റൻ പടക്കപ്പലുമായി ഈ കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ കടൽപ്പരപ്പിലെ ഈ ഉരുക്കുകോട്ടകളെ വെല്ലുവിളിക്കാൻ ഇറാന് ഭീമൻ കപ്പലുകളുടെ ആവശ്യമില്ല. സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിന് തടയിടാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ പ്രതിരോധമാണ്. ശത്രുവിന്റെ റഡാറുകളിൽ തെളിയുന്ന വിമാനവാഹിനി കപ്പലുകളല്ല ഈ പോരാട്ടത്തിലെ യഥാർത്ഥ നായകർ, മറിച്ച് കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ടിൽ പേർഷ്യൻ കടലിടുക്കിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞു പതിയിരിക്കുന്ന ഇറാന്റെ മിഡ്ജറ്റ് അന്തർവാഹിനികളാണ്. അത്യാധുനിക സങ്കേതങ്ങളും ചാരക്കണ്ണുകൾക്കും പിടികൊടുക്കാത്ത ഈ നിശബ്ദ പോരാളികൾ ഇറാന്റെ മണ്ണിലേക്ക് കണ്ണെറിയുന്നത് ഏതൊരു ശക്തിക്കും മാരകമായ തിരിച്ചടി നൽകാൻ സജ്ജമാണ്. ഇറാന്റെ ഈ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് ഗാദിർ ക്ലാസ് മിഡ്ജറ്റ് അന്തർവാഹിനികളാണ്. വെറും 29 മീറ്റർ നീളവും 120 മുതൽ 150 ടൺ വരെ ഭാരമുള്ള ഈ സബ്മറീനുകൾ പരമ്പരാഗത അന്തർവാഹിനികളുടെ 10-1 വലിപ്പം മാത്രം ഉള്ളവയാണ്. എന്നാൽ ഈ ചെറിയ വലിപ്പം തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ശക്തിയും. പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞതും ശബ്ദം നിറഞ്ഞതുമായ കടൽ പരിസരത്തിൽ പ്രവർത്തിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഇവ ആധുനിക സോണർ സംവിധാനങ്ങൾ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവയാണ്. വലിയ ആണവ സബ്മറീനുകൾക്ക് ആവശ്യമായ ആഴം ഇല്ലാത്ത പ്രദേശങ്ങളിലും കടൽ തീരത്ത് അടിഭാഗത്ത് ഇരുന്ന് ലക്ഷ്യങ്ങൾ കാത്തിരിക്കാൻ കഴിയുന്ന ഇവ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു തന്ത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ അന്തർവാഹിനികളുടെ യഥാർത്ഥ ശക്തി അവയുടെ ആയുധ ശേഷിയാണ്. 350 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർ കാവിറേറ്റിംഗ് ടോർപിഡോകൾ. ഇവ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതികരണ സമയത്ത് തന്നെ ഇല്ലാതാക്കുന്ന ആക്രമണങ്ങൾ നടത്താൻ ഇവയ്ക്ക് സാധിക്കും. കൂടാതെ ജാസ് 2 പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വെള്ളത്തിനടിയിൽ നിന്നു തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്നതോടെ 300 കിലോമീറ്റർ വരെ വ്യാപിക്കുന്ന ആക്രമണ പരിധി ഇറാന്റെ കൈവശമാകുന്നു. ഇതിലൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നു തന്നെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ സബ്മറൈനുകളുടെ ഏറ്റവും നിർണായകമായ കഴിവ് നാവിക മൈനുകൾ സ്ഥാപിക്കുന്നതിലാണ്. രാത്രിയുടെ മറവിൽ അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ രഹസ്യമായി മൈനുകൾ സ്ഥാപിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു മൈൻ കണ്ടെത്തിയാൽ പോലും അത് നീക്കം ചെയ്യാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടിവരും. അതുവരെ മുഴുവൻ കപ്പൽ ഗതാഗതവും നിർത്തിവെക്കപ്പെടും. ഇതിലൂടെ നേരിട്ടുള്ള യുദ്ധമില്ലാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയുമെന്നത് ഏറ്റവും തന്ത്രപരമായ നേട്ടം കൂടിയാണ്. അതാണ് ഈ അദൃശ്യ ഭീഷണി തന്നെയാണ് ആഗോള ശക്തികളെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാന്റെ നാവിക തന്ത്രം സാങ്കേതികയിലും ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യങ്ങളിലും ആധികാരികമാണ്. ഹെൻഷ്, ലാറക് ദ്വീപുകൾക്ക് സമീപമുള്ള കടൽ ഭാഗങ്ങളിൽ സബ്മറൈനുകൾ വിന്യസിച്ച് കടന്നുപോകുന്ന ടാങ്കറുകളെ പതിയെ നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഹോർമുസ്ഗാൻ തീരപ്രദേശങ്ങളിലെ പർവ്വതങ്ങൾക്കുള്ളിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ നിന്നും ഈ സബ്മറൈനുകൾ കടലിലേക്ക് പ്രവേശിക്കുന്നത് ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് പോലും അവയെ മറക്കാൻ സാധിക്കുന്നു. ഇതുവഴി ഇറാൻ തന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ ആസൂത്രിതമായ രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഗാദർ ക്ലാസ് സബ്മറൈനുകൾക്ക് പുറമെ ഫത്തേ, കിലോ നഹാങ് തുടങ്ങിയ വ്യത്യസ്ത ശേഷിയുള്ള അന്തർവാഹിനികളും ഇറാന്റെ നാവിക ശക്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ആളില്ല അണ്ടർ വാട്ടർ വാഹനങ്ങൾ, നീന്തൽ ഡെലിവറി വാഹനങ്ങൾ തുടങ്ങിയ നവീന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ തന്റെ അസമീകൃത യുദ്ധതന്ത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇത് പരമ്പരാഗത നാവിക യുദ്ധരീതികളെ വെല്ലുവിളിക്കുന്നതിനോടൊപ്പം വലിയ സൈനിക ശക്തികളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായി മാറുകയാണ്. മൊത്തത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ അന്തർവാഹിനി തന്ത്രം ആധുനിക യുദ്ധത്തിന്റെ പുതിയ മുഖമാണ്. വലിയ കപ്പലുകളും ആണവ സബ്മറൈനുകൾ മാത്രം വിജയത്തിന്റെ മാനദണ്ഡമല്ല എന്ന് ഒന്നുകൂടി തെളിയിക്കുകയാണ് ഇറാൻ.